ഇപ്പോൾ ചടയമംഗലത്ത് നിന്ന് ഒരു വാർത്ത വരുന്നുണ്ട്. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചു. ചടയമംഗലം കുരിയോട് ഭാഗത്ത് വെച്ച് തീപിടിച്ചത്. കടയ്ക്കൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. പുനലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ ബസ്സിന്റെ മുൻ ടയർ കത്തുകയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളുണ്ട്, കാണാം. ചടയമംഗലത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. പുനലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ്, സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ്. ഈ ബസ്സിൻ്റെ മുൻപ് വശത്തെ ടയറിനാണ് തീ പിടിച്ചിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തീ പിന്നീട് ഉള്ളിലേക്ക് ആളി പടരുന്നുണ്ട്. ആ സമയത്ത് ഡീസല് ആ ഭാഗത്ത് അപ്പോഴത്തെ അഗ്നിശമന സേന എത്തി തീ അണച്ചതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി. മാത്രമല്ല യാത്രക്കാരെയൊക്കെ ഒരു സൂചന കിട്ടിയപ്പോൾ തന്നെ ഇറക്കിയിരുന്നു എന്ന് തോന്നുന്നു. നമുക്കിപ്പം AV ജയശങ്കറുണ്ട്. ജയശങ്കർ, ഗുഡ് മോർണിംഗ് ജയശങ്കർ. എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു ഈ സംഭവം? ഈ പുക ഉയരുന്നത് കണ്ട് യാത്രക്കാരെ നേരത്തെ ഇറക്കിയതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി ഇല്ലേ? വണ്ടി മൊത്തം കത്തിപ്പോയോ? എന്താ സംഭവിച്ചത് ജയശങ്കർ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിൽ പുനലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് തീപിടുത്തം ഉണ്ടാകുന്നത്. ബസ്സിൻ്റെ മുൻവശത്തെ ടയറിന് ആണ് ഇത്തരത്തിൽ തീ പിടുത്തം ഉണ്ടാകുന്നത്. തീ കണ്ടതോടുകൂടി തന്നെ ഈ ബസ് ജീവനക്കാർ, ഡ്രൈവറും കണ്ടക്ടറും വണ്ടി നിർത്തുകയും ഇതിലെ യാത്രക്കാരെ പുറത്ത് ഇറക്കുകയും ചെയ്തു. എന്തായാലും പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് ഇത്തരത്തിൽ ഈ ടയറിന് തീ അണച്ചത്. വലിയൊരു തീപിടുത്തമാണ് ഉണ്ടായത്. മൊത്തത്തിൽ ആ ബസ്സിലേക്ക് തീ ആളിപ്പടരാത്തത് ഫയർഫോഴ്സിന്റെ സമയബന്ധിതമായ ഇടപെടലിലൂടെയാണ്. ഡീസൽ ടാങ്കിന്റെ പൈപ്പിലെ ചോർച്ചയാണ് ഇത്തരത്തിൽ തീപിടുത്തത്തിലേക്ക് നയിച്ചതെന്നാണ് ഫയർഫോഴ്സ് ഒക്കെ നൽകുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം. ചടയമംഗലം കൂരിയോട് ഭാഗത്ത് വെച്ചാണ് ഇത്തരത്തിൽ KSRTC ബസ്സിന് തീപിടുത്തം ഉണ്ടാകുന്നത്. എന്തായാലും യാത്രക്കാരെ മറ്റ് ബസ്സുകളിൽ കയറ്റി വിട്ടിട്ടുണ്ട്. മറ്റ് ആളപായമോ മറ്റ് പ്രശ്നങ്ങളോ ഇല്ല. എന്തായാലും KSRTCയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തും. ഈ വർക്ക്ഷോപ്പിൽ ഉൾപ്പെടെ വലിയ പരിശോധന നടത്തിയാണ് ദീർഘദൂര ബസ്സുകളൊക്കെ തന്നെ ഇങ്ങനെ യാത്രയ്ക്ക് വിടുന്നത്. അത്തരത്തിൽ പരിശോധനകളിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യം പരിശോധിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും വലിയൊരു തീപിടുത്തമായിരുന്നു. പക്ഷേ ആർക്കും പ്രശ്നമില്ല. ഗുരുതരമായി പോകാതെ ഫയർഫോഴ്സൊക്കെ എത്തി ആ തീ അണച്ച് ഇപ്പോൾ കാര്യങ്ങളെല്ലാം സേഫാണ് ഡോക്ടർ. ഓക്കെ, താങ്ക് യു. കാര്യങ്ങൾ എന്തായാലും സേഫാണ്. യാത്രക്കാരെ പെട്ടെന്ന് തന്നെ തീ ഉയരുന്നത് കണ്ട സമയത്ത് തന്നെ വാഹനത്തിൽ നിന്ന്, ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി. പുനലൂരിൽ നിന്ന് രാവിലെ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സുണ്ട്. ആ ബസ്സാണ് ചടയമംഗലത്തെത്തിയപ്പോൾ മുമ്പുവശത്തെ ചക്രത്തിൽ ടയറിൽ തീ പിടിച്ചത്.